നമസ്കാരം. CJ റോയ് എന്ന കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ ഉടമയുടെ ആത്മഹത്യ വീണ്ടും വീണ്ടും പുതിയ സത്യങ്ങളിലേക്ക് വിരൽ ചൂണ്ടുകയാണ്. അതായത് CJ റോയിയുടെ മുകളിൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റുകളൊന്നും സമ്മർദ്ദങ്ങളൊന്നും കൊടുത്തിട്ടില്ലായിരുന്നു. എന്നിട്ടും എന്തേ CJ റോയ് ആത്മഹത്യ ചെയ്തു? അദ്ദേഹം കടുത്ത മാനസിക സമ്മർദ്ദത്തിലായിരുന്നുവെന്നും അതിൻ്റെ ചികിത്സകൾ ബാംഗ്ലൂരിൽ അദ്ദേഹം തേടിയിരുന്നതായിട്ടും ഇദ്ദേഹത്തിൻ്റെ ഡയറിയിൽ നിന്ന് തന്നെ ചില രേഖകൾ പറയുന്നു. ചില വിവരങ്ങൾ ഡയറിയിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണ സംഘം തന്നെ കണ്ടെത്തിയിരുന്നു. എന്തായാലും SIT ഉടൻ തന്നെ കൊച്ചിയിലെത്തുന്നു എന്ന വിവരമാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്നത്. കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ കൊച്ചിയിലെ പാലാരിവട്ടത്തെ ഓഫീസിൽ വീണ്ടും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾക്ക് SIT എത്തുന്നു. ബാംഗ്ലൂർ ആസ്ഥാനമായി SIT എത്തുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം. വലിയൊരു ചതി CJ റോയിക്ക് ഇതിനു മുന്നേ തന്നെ നടന്നു. അത് നിക്ഷേപകർക്കിടയിൽ നിന്ന് കേരളത്തിൻ്റെ നന്മമരങ്ങളായിട്ടുള്ള പല നിക്ഷേപകർക്കും ചില ബിസിനസ്സുകാർക്കും CJ റോയിയുടെ ഒരു കടുത്ത മാനസിക പ്രശ്നത്തിലേക്ക് എത്തിക്കുന്നതിൽ പങ്കുണ്ടായിരുന്നു എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. യഥാർത്ഥത്തിൽ ഈ നന്മമരങ്ങളായിട്ടുള്ള ബിസിനസ്സുകാരൊന്നും യഥാർത്ഥത്തിൽ നന്മമരങ്ങളല്ല. അവർക്ക് പലതരത്തിലുള്ളതായിട്ടുള്ള ഇല്ലീഗലായിട്ടുള്ള നിയമവിരുദ്ധമായിട്ടുള്ള പല രീതിയിലുള്ള പ്രവർത്തനങ്ങളും ഉണ്ട് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്, കണക്കാക്കപ്പെടുന്നത്. അതുമായി ബന്ധപ്പെട്ടും പല രീതിയിലുള്ള സമ്മർദ്ദങ്ങൾ CJ റോയ്ക്ക് ഉണ്ടായിരുന്നതായിട്ടും അറിയാൻ കഴിയുന്നുണ്ട്. അപ്പം ഗൾഫ് കേന്ദ്രീകരിച്ച് കൊണ്ട് ഇദ്ദേഹത്തിന് പല രീതിയിൽ പല തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നും ഇത്തരം നിക്ഷേപകർക്കിടയിൽ നിന്ന് തന്നെ അത്തരം ആൾക്കാരിൽ നിന്ന് കാശ് കണ്ടെത്തി അദ്ദേഹത്തിൻ്റെ ബിസിനസ് സാമ്രാജ്യം വിപുലീകരിക്കുവാൻ ശ്രമിച്ചപ്പോഴാണ് CJ റോയ്ക്ക് പ്രധാനമായിട്ടും അടിതെറ്റിയത് എന്നുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടേയിരിക്കുന്നതിൻ്റെ. ഇനിയും അതിനധികം വിവരങ്ങൾ ലഭ്യമാകാനുണ്ട് ഉറപ്പിക്കുന്നതിനായിട്ട്. തീർച്ചയായിട്ടും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണങ്ങളൊക്കെയും നടക്കും. എല്ലാ രേഖകളും ഇഴകീറി പരിശോധിച്ചതിന് ശേഷം തീർച്ചയായിട്ടും ഇതിനുമായി ബന്ധപ്പെട്ട കുറ്റവാളികളുണ്ടെങ്കിൽ അത് നിയമത്തിൻ്റെ മുന്നിൽ അത്തരം ആൾക്കാരെയൊക്കെ വരും എന്നുള്ള കാര്യം തീർച്ചയാണ്. കാരണം കേന്ദ്ര അന്വേഷണ സംഘം വളരെ സജീവമായിട്ട് തന്നെ CJ റോയിയുടെ ഈ മരണത്തിൻ്റെ പിന്നിലൊരു അന്വേഷണം നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇദ്ദേഹത്തിൻ്റെ പണമിടപാടുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടക്കും. അതായത് കള്ളപ്പണത്തെ വെളുപ്പിക്കുവാനും ഏതെങ്കിലും തരത്തിലുള്ള തീവ്രവാദമോ ഭീകരവാദമായുള്ള പ്രവർത്തനങ്ങളിൽ ഏതെങ്കിലും തരത്തിൽ ഇത്തരം പണങ്ങൾ എത്തപ്പെടുന്നുണ്ടോ എന്നതിനെക്കുറിച്ചൊക്കെ വളരെ കൃത്യമായിട്ടുള്ള അന്വേഷണങ്ങൾ നടക്കുന്ന ഒരു കാലം തന്നെയാണ്. കാരണം റൊട്ടീൻ അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായ രീതിയിൽ നടക്കുന്നു. മുന്നേ പോലെ കയറൂരി വിടുന്ന ഒരു രീതിയിലുള്ള പോക്കല്ല ഉള്ളത്. കോർപ്പറേറ്റുകളെ കയറൂരി വിട്ടുകൊണ്ട് അവർക്ക് എന്ത് കാര്യങ്ങളും ചെയ്യാം എന്നുള്ള ഒരു രീതിയിലുള്ള ഇതുമായിട്ട് മുന്നോട്ട് പോകുവാൻ സാധ്യമല്ല. അവർ എന്തെങ്കിലും തരത്തിലുള്ളതായിട്ടുള്ള മോശമായിട്ടുള്ള പ്രവണതകൾ വച്ചു പുലർത്തുന്നുണ്ട് എങ്കിൽ ഭാരതത്തിൻ്റെ സാമ്പത്തിക സംവിധാനത്തെ തകിടം മറിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളിൽ അവർ ഏർപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക തന്നെ ചെയ്യും. അത് എത്ര തന്നെ വലിയ നന്മമരമായാലും. CJ റോയ് ബോർഡ് മീറ്റിങ്ങിൽ എന്തൊക്കെ ചർച്ച ചെയ്തു, എന്തൊക്കെ കാര്യങ്ങളാണ് അവിടുത്തെ എംപ്ലോയീസുമായിട്ട് അവിടുത്തെ ജീവനക്കാരുമായിട്ട് CJ റോയ് പങ്കിട്ടത് എന്നൊക്കെയുള്ള കൃത്യമായുള്ള അന്വേഷണങ്ങൾ കൃത്യമായ ദിശയിൽ അന്വേഷണമൊക്കെ നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അവർ പറയുന്നത് അവിടുത്തെ എംപ്ലോയീസ് ഇതിനോടകം തന്നെ പ്രതികരിച്ചത് CJ റോയ് വളരെ സന്തോഷവാനായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ CJ റോയിയുടെ സന്തോഷം യഥാർത്ഥത്തിലെ സന്തോഷമല്ലായിരുന്നു എന്ന് നമുക്കിതിലൂടെ ഇപ്പോൾ ബോധ്യപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ കൂടുതൽ അന്വേഷണങ്ങൾ നടക്കും. അതിനിടെ കുടുംബത്തോട് ഇദ്ദേഹം മാപ്പ് ചോദിക്കുന്നതുമായി ഉള്ള ഒരു ആത്മഹത്യാക്കുറിപ്പിന് സമാനമായുള്ള ചില കാര്യങ്ങളും ഇദ്ദേഹത്തിൻ്റെ ഡയറി കുറിപ്പിൽ നിന്ന് ലഭ്യമായിട്ടുണ്ട്. നിക്ഷേപകരെ വഞ്ചിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. സിനിമാ മേഖലയിൽ നിന്നും ചില നിക്ഷേപകരുണ്ട് എന്നും ഇദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നു. അങ്ങനെ നിക്ഷേപകരെ കുറിച്ചുള്ള വളരെ വ്യാപകമായ ഇനിയൊരു അന്വേഷണത്തിന് വലിയ സാധ്യതയാണ് ഇതിപ്പോൾ തുറന്നു വച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇതുമായി ബന്ധപ്പെട്ട് വലിയ സംശയങ്ങളാണ് അന്വേഷണ സംഘത്തിനുള്ളത്. ഏതെങ്കിലും തരത്തിൽ പൈസ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വിനിയോഗിച്ചിട്ടുണ്ടോ എന്ന് ഇഴകീറി പരിശോധിക്കുകയും കുറ്റവാളികളെ തീർച്ചയായിട്ടും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികയും ചെയ്യും എന്ന പൂർണ്ണ ബോധ്യത്തിലാണ് അന്വേഷണ സംഘം. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV AIDS സംബന്ധമായ സംശയങ്ങൾക്ക്
1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.